പണ്ടു അസുരന്മാരുടെ കുലഗുരുവും മഹാജ്ഞാനിയുമായ ഉശാനസ് കഠിനമായ തപസ്സിലൂടെ മഹാദേവനെ പ്രസാദിപ്പിച്ചു. അദ്ദേഹത്തിന്റെ ഭക്തിയിലും തപസ്സിലും സംപ്രീതനായ മഹാദേവൻ മരിച്ചവരെ പോലും ജീവിപ്പിക്കാൻ കഴിവുള്ള മൃതസഞ്ജീവനി എന്ന അപൂർവ വിദ്യ അദ്ദേഹത്തിന് ഉപദേശിച്ചു നൽകി. വരം നൽകുന്നതിനോടൊപ്പം മഹാദേവൻ കർശനമായ ഒരു വിലക്കും ഏർപ്പെടുത്തിയിരുന്നു. ഈ ശക്തി ഒരിക്കലും ദുരുപയോഗം ചെയ്യരുത്, അത് പ്രകൃതി നിയമങ്ങൾക്ക് വിരുദ്ധമാണ്. മഹാദേവന് നൽകിയ ആ വാക്ക് പാലിക്കാമെന്ന് ഉശാനസ് ഉറപ്പ് നൽകി. പക്ഷെ പിന്നീട് നടന്ന ഘോരമായ ദേവാസുര യുദ്ധത്തിൽ കാര്യങ്ങൾ മാറിമറിഞ്ഞു. തന്റെ കൺമുന്നിൽ അസുരന്മാർ മരിച്ചു വീഴുന്നത് കണ്ടപ്പോൾ ശിവന് നൽകിയ വാക്ക് പാലിക്കാൻ ഗുരുവിനായില്ല. സ്വന്തം ജനതയായ അസുരവംശത്തെ രക്ഷിക്കുക എന്ന കടമയോർത്തപ്പോൾ മഹാദേവന് നൽകിയ ആ വാക്ക് ലംഘിച്ചുകൊണ്ട് അദ്ദേഹം ആ മന്ത്രം ദേവന്മാർക്കെതിരെ പ്രയോഗിക്കാൻ തുടങ്ങി. മരിച്ച അസുരന്മാർ വീണ്ടും ജീവിച്ചു വന്നു. തനിക്ക് നൽകിയ വാക്ക് ലംഘിച്ചതുകൊണ്ടും പ്രകൃതി നിയമത്തെ വെല്ലുവിളിച്ചതുകൊണ്ടും മഹാദേവൻ അത്യന്തം കോപിഷ്ഠനായി. മഹാദേവൻ യുദ്ധകളത്തിലെത്തി അസുരഗുരുവിനെ പിടികൂടി അപ്പാടെ വിഴുങ്ങുകയും ചെയ്തു. മഹാദേവന്റെ ഉദരത്തിനുള്ളിൽ നവദ്വാരങ്ങളും അടയ്ക്കപ്പെട്ട അദ്ദേഹം തടവിലായി. എങ്കിലും തോറ്റു പിന്മാറാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല. മഹാദേവന്റെ ഉദരത്തിനുള്ളിൽ കിടന്നുകൊണ്ട് അദ്ദേഹം വർഷങ്ങളോളം ഘോരമായി തപസ് ചെയ്തു. ഒടുവിൽ അദ്ദേഹത്തിന്റെ തപസ് ഫലം കണ്ടു. പരമശിവന്റെ ശരീരത്തിൽ നിന്ന് ഒരു ശുക്ര രൂപത്തിൽ, അതായത് ഒരു തിളങ്ങുന്ന വെളിച്ചം പോലെ ബീജമായി അദ്ദേഹം പുറത്തേക്ക് ഒഴുകിയെത്തി. പുറത്തു വന്ന അദ്ദേഹത്തെ വധിക്കാൻ മഹാദേവൻ ഒരുങ്ങിയെങ്കിലും മാതാ പാർവതി തടഞ്ഞുകൊണ്ട് പറഞ്ഞു, പ്രഭോ, അങ്ങയുടെ ശരീരത്തിൽ നിന്ന് ജനിച്ചതുകൊണ്ട് ഇദ്ദേഹം അങ്ങയുടെ സ്വന്തം പുത്രന് തുല്യനാണ്, അങ്ങ് ശാന്തനാകൂ. മാതാ പാർവതിയുടെ വാക്കുകൾ മാനിച്ച് മഹാദേവൻ ശാന്തനായി. മഹാദേവന്റെ ശരീരത്തിൽ നിന്ന് ശുക്രമായി പുറത്തു വന്നതുകൊണ്ട് അദ്ദേഹത്തിന് ശുക്രാചാര്യർ എന്ന നാമം ലഭിച്ചു. അങ്ങനെ സാക്ഷാൽ മഹാദേവന്റെ പുത്രനായി അദ്ദേഹം അംഗീകരിക്കപ്പെട്ടു. മറ്റൊരു വിശ്വാസം അനുസരിച്ച് അദ്ദേഹം ജനിച്ചത് ഒരു വെള്ളിയാഴ്ച ആയതുകൊണ്ടാണ് അദ്ദേഹത്തിന് ശുക്രൻ എന്ന പേര് ലഭിച്ചതെന്നും പറയപ്പെടുന്നു. ഭാരതീയ ജ്യോതിഷത്തിൽ തിളങ്ങി നിൽക്കുന്ന വീനസ് അഥവാ ശുക്രൻ എന്ന ഗ്രഹം ഇദ്ദേഹത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഇങ്ങനെ യുദ്ധതന്ത്രവും വൈദ്യശാസ്ത്രവും അറിയാവുന്ന മഹാദേവന്റെ കോപവും പിന്നീട് വാത്സല്യവും ഏറ്റുവാങ്ങിയ മഹാഋഷിയായി ശുക്രാചാര്യർ പുരാണങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നു. ശുക്രാചാര്യരുടെ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ. ഹർ ഹർ മഹാദേവ്.